ഹായ് എവ്രി വൺ, വെൽക്കം ടു വോവൻ ജേണൽ. ഇന്ന് നമ്മൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ലാവൻഡേഴ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ. ലാവൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യാൺ എടുത്തു, ഇതേപോലെ പ്ലേസ് ചെയ്യുക. ഇതേ ഇപ്പോൾ സ്ലിപ്പ് നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാവൻഡർ ഫ്ലവറിന് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയിൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു 25 ചെയിൻസാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയിൻ ചെയ്യാം. 1 2 3 കണ്ടോ, ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 25 ചെയിൻ സ്റ്റിച്ചസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയിൻ ചെയ്ത് കഴിഞ്ഞു. 25 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് പെറ്റലാണ്. അപ്പോൾ ഫസ്റ്റ് പെറ്റൽ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യ എപ്പോഴും ചെയ്യുക ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് എന്നല്ല, 3 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള, അതായത് 4ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഒരു 4th ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ 2 അടുത്ത 2 അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി ഒരു DC ചെയ്തു, ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു ഹോൾ, ഈ ഒരു സ്പേസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പെറ്റൽ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് പെറ്റലിന് ശേഷം വരുന്ന തൊട്ടടുത്ത ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച്, ഈ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് DC ആണ്, ഡബിൾ ക്രോഷ്യ ആണ്. DC ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതേ സ്പേസിലൂടെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കൊരു ചെയിനും കൂടെ കൊടുക്കാം. അതിനുശേഷം അതേ ഹോളിലൂടെ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പെറ്റൽ റെഡിയായി. ഇനി ഇതേ രീതിയിലാണ് ബാക്കി വരുന്ന എല്ലാ ചെയിനിലേക്കും നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്ന ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കൊടുത്തു. അതിനുശേഷം നമുക്കൊരു ചെയിൻ കൊടുക്കാം. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം.
ഓക്കെ, ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പെറ്റലിലെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇനി ഇതേ പ്രൊസീജിയർ നമ്മുടെ ചെയിനിൻ്റെ ഈ എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചെയിൻ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഹുക്ക് അഴിക്കാം. എന്നിട്ടിത് ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ ഇത് വലിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈ ചെയ്യാം. ഓക്കെ, ഇതപ്പോൾ നമുക്ക് ലാവൻഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാവൻഡറിനെ ഒരു സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇറക്റ്റായിട്ട് നിൽക്കുന്ന ലാവൻഡറാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അല്ല കീ ചെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇടയിലൊക്കെ ഗ്യാപ്പ് വന്നാൽ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. അടിഭാഗത്തെ ഈ 2 സ്ട്രാൻഡ്സ് കൂട്ടി കെട്ടി കൊടുക്കാം. ഇത് സെക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാൻഡ് ഈ ഒരു സ്റ്റിക്കിന് ചുറ്റുമായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ലെങ്ത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ഗ്രീൻ യാൺ എടുത്തിട്ട് നമ്മുടെ ലാവൻഡറിൻ്റെ ആ ഉള്ളിൽ വന്ന എക്സ്ട്രാ സ്ട്രാൻഡ് ഉണ്ടല്ലോ അതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് അവസാനം ആ സ്റ്റിക്കിനോടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാവൻഡർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.